അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ദീൻ പടച്ച തമ്പുരാൻ മനുഷ്യവർഗത്തിന്റെ ഇഹപര വിജയത്തിന് അനിവാര്യമായി സംവിധാനിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. ഈ ജീവിത പദ്ധതിയുടെ നിയമങ്ങളും വ്യവസ്ഥകളും അവൻ തന്നെ അവന്റെ വിശുദ്ധ കലാമായ ഖുർആനിലൂടെയും അന്ത്യപ്രവാചകരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലൂടെയുമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇവ രണ്ടും. സാധാരണക്കാരായ ജനങ്ങൾക്ക് സമ്പൂർണ്ണ ദീനിന്റെ ഈ നിയമവ്യവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ പകർത്താൻ ഈ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വയം നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധ്യമാവുകയില്ല എന്ന് നമുക്കേവർക്കും അറിയാം. ഇവിടെയാണ് മദ്ഹബുകളും തഖ്ലീദും പ്രസക്തമാകുന്നത്, അനിവാര്യമാകുന്നത്. എന്താണ് മദ്ഹബുകൾ? മദ്ഹബ് എന്നാൽ പോകുന്ന ഇടം, വീക്ഷണം, അഭിപ്രായം എന്നെല്ലാമാണ് ഭാഷാർത്ഥം. എന്നാൽ കർമ്മശാസ്ത്രത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി ഖണ്ഡിതമായി പറയാത്തതോ ഗവേഷണത്തിന് പഴുതുള്ളതോ ആയ കാര്യങ്ങളിൽ ഗവേഷണത്തിന് യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർ കണ്ടെത്തുന്ന മതവിധികൾക്കാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. അതായത് മദ്ഹബുകൾ സ്വയം ഒരു മതമല്ല, പകരം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന അതിന്റെ പ്രമാണങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള ആധികാരികമായ വഴികളാണ് മദ്ഹബുകൾ. പ്രധാനമായും 4 മദ്ഹബുകളാണുള്ളത്. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഹനഫി മദ്ഹബ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഷാഫിഈ മദ്ഹബ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബ്. ഈ 4 മദ്ഹബുകളുടെ ഇമാമുകളും ജീവിച്ചത് ഉത്തമ നൂറ്റാണ്ടുകാർ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന താബിഉകളുടെയും തബഉ താബിഉകളുടെയും കാലത്താണ്. ഇവരാരും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നില്ല. പകരം സാധ്യതകളുള്ള, പഴുതുകളുള്ള ആയത്തുകളിൽ അങ്ങേയറ്റത്തെ ഗവേഷണം നടത്തി, ചറുകിത ചർവണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ് മദ്ഹബുകളായി നമുക്ക് നൽകിയത്. സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുകയല്ലാതെ അവരുടെ ദീനിന്റെ സമ്പൂർണ്ണ ജീവിത പദ്ധതി പൂർത്തിയാക്കി ഇരുലോകത്തും വിജയിക്കാൻ സാധ്യമാവുകയില്ല. എന്താണ് തഖ്ലീദ്? തഖ്ലീദ് എന്നാൽ ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ സമർപ്പിക്കുന്ന മതനിയമങ്ങളെ പ്രമാണങ്ങൾ ചോദിക്കാതെ തന്നെ പിന്തുടരുക എന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. വർത്തമാനകാലത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇത്തരം തഖ്ലീദുകൾ എമ്പാടും നടക്കുന്നുണ്ട്. നിയമങ്ങൾ അറിയാൻ വേണ്ടി വക്കീലുമാരെ തഖ്ലീദ് ചെയ്യുന്നു, രോഗം മാറാൻ ഡോക്ടർമാരെ തഖ്ലീദ് ചെയ്യുന്നു, വീടുകളും കെട്ടിടങ്ങളും കോംപ്ലക്സുകളും പണിയാൻ എഞ്ചിനീയർമാരെ തഖ്ലീദ് ചെയ്യുന്നു. മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തരം തഖ്ലീദുകൾ അനിവാര്യമാണ്. കാരണം ഈ പ്രമാണങ്ങളിൽ നിന്ന് വിഷയങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഗഹനമായി അറിയുന്ന യോഗ്യരായ പണ്ഡിതന്മാർ പറഞ്ഞു തരിക തന്നെ വേണം. സൂറത്തുൽ നഹ്ലിലും അംബിയായിലുമൊക്കെ അല്ലാഹു തആല ഇതിന്റെ സൂചകം നൽകിയിട്ടുണ്ട്. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക എന്ന്. അതെ, നാം അറിവില്ലാത്തവരാകുമ്പോൾ നമുക്ക് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി തന്നെ നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അതല്ല സ്വന്തം നിലയ്ക്ക് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കാനും നിർവചിക്കാനും വിശദീകരിക്കാനും നിന്നാൽ അത് നമ്മുടെ മാത്രം അഭിപ്രായവും സ്വന്തം നഫ്സിന്റെ മദ്ഹബും ആയി മാറും എന്നതാണ് സത്യം. അത് വഴിപിഴച്ച മാർഗമാണ്.
അറിവില്ലാത്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള മഹത്തുക്കളെ തഖ്ലീദ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന് ഇരുലോകത്തെയും വിജയത്തിന് അനിവാര്യമായി അള്ളാഹു സമർപ്പിച്ചിട്ടുള്ള ഈ സമ്പൂർണ്ണ ദീനിന്റെ എല്ലാ നിയമവ്യവസ്ഥകളും മനസ്സിലാക്കിയെടുക്കാൻ അവരോട് പിന്തുടരാം, തഖ്ലീദ് ചെയ്യാം, മദ്ഹബുകൾക്ക് കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാം. ചരിത്രത്തിലെമ്പാടും മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരൊക്കെയും ഇത്തരം മദ്ഹബുകളെ അംഗീകരിച്ചും അതിന് കീഴൊതുങ്ങി അവരുടെ ജീവിത കർമ്മങ്ങൾ സമ്പൂർണമാക്കിയവരാണ്. സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ പോലും നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. സ്വഹാബാക്കൾ അവരുടെ ജീവിതത്തിലെ സംശയങ്ങൾ, അവരുടെ മതനിയമങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അറിവാളന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കളോട് ചോദിച്ചു പഠിച്ചായിരുന്നു. അവരെക്കാൾ എത്ര നിസ്സാരരും അറിവ് കുറഞ്ഞവരുമാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തഖ്ലീദ് വലിയ അനുഗ്രഹമാണ്, മദ്ഹബ് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഇരുലോക വിജയത്തിന് ഇസ്ലാം ദീനിന്റെ അനുയായികളായി ജീവിച്ച് പുലരാൻ, വിജയിക്കാൻ നമുക്ക് ഈ മദ്ഹബുകൾ നിർബന്ധമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.